പി വി അൻവർ മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം LDF-നെയും UDF-നെയും ഒരുപോലെ വിമർശിച്ചു. ഷബീർ പറഞ്ഞതുപോലെ തന്നെ LDF-നും UDF-നും ഒക്കെ പി വി അൻവർ മത്സര രംഗത്തേക്ക് എത്തുന്നത് ആശങ്ക ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും അൻവറിന്റെ കാര്യം കൂടെ നോക്കണം. അദ്ദേഹം ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സിറ്റിംഗ് MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടെന്ന് തന്നെ കരുതുക. പക്ഷേ ഈ ഒരു നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻവർ മത്സരിക്കാൻ നിർബന്ധിതരായതാണ് എന്നുള്ള സത്യം കൂടെ നമുക്കറിയാം. പക്ഷേ UDF-നോടും LDF-നോടും ഒരേ സമയം മത്സരിച്ചുകൊണ്ട് നിൽക്കുക, അൻവർ പരാജയപ്പെടുകയാണെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി ഏത് മുന്നണിയിലേക്ക് തിരികെ പോകും, അൻവർ സ്വന്തമായി കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ എത്ര കാലം നിലനിൽക്കാൻ കഴിയും, അങ്ങനെ തുടങ്ങിയ കുറെ ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ മത്സരിക്കുകയാണെങ്കിൽ, അതായത് തൃണമൂൽ കോൺഗ്രസ് ക്യാമ്പ് കണക്ക് കൂട്ടുന്നത് ഇത്രയുമാണ്. അതായത് പി വി അൻവർ മത്സരിക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് വിജയം വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനായിട്ടില്ലെങ്കിൽ ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട്. ഒപ്പം തന്നെ ഇത് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അപ്പോൾ പി വി അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ, ഈ നിലയ്ക്കുള്ള രാഷ്ട്രീയമാണ് ഉയർത്തുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായിട്ടില്ലെങ്കിൽ പി വി അൻവറിനെ കൂടാതെ നിലമ്പൂരിൽ ജയിക്കാനാകില്ല. ഒപ്പം തന്നെ പി വി അൻവർ കൂടെ ഉണ്ടെങ്കിൽ മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി ജയസാധ്യതയുണ്ട്. അല്ലെങ്കിൽ പി വി അൻവറുമായി ആ നിലയ്ക്ക് ഒരു കണക്കുകൂട്ടലിലേക്ക് UDF നേതൃത്വം എത്തുകയും പിന്നാലെ UDF-ലേക്കുള്ള പ്രവേശനം സാധ്യമാകുമെന്നും അടക്കം തൃണമൂൽ കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൂടിയാണ് പി വി അൻവർ മത്സരിക്കുന്നതിലൂടെ നൽകുന്നത് എന്നാണ് തൃണമൂൽ കോൺഗ്രസ്. ശരി ഷബീർ, എന്തായാലും പി വി അൻവറിന് അദ്ദേഹത്തിന്റേതായ ചില കണക്കുകൂട്ടലുകളുണ്ട്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്ത അദ്ദേഹം മത്സര രംഗത്തേക്കുണ്ട്. TMC ചിഹ്നത്തിൽ തന്നെ അദ്ദേഹം മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം.